ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നൗലിക്ക് 30th ബർത്ത്ഡേ ആഘോഷമാണ്. എന്താ പറയുക, ഇന്ന് തന്നെയാണ് നമ്മൾ ട്യൂഷൻ പിള്ളേർക്കും ഓണ സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത്. നൗലിയുടെ വീട്ടിൽ നിന്ന് അപ്പൻ, അമ്മ, ചേച്ചി, പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സും എന്താ പറയുക, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം പിള്ളേരെല്ലാവരും കൂടി ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് 30 വയസ്സാണ്. പണ്ടൊക്കെ ഞാനെന്ന് വെച്ചാൽ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 30 കൂടെ കിടക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് 30 എന്ന് പറയാനായിട്ട്. പിന്നെ ഇപ്പം അത് ശീലമായി. അപ്പോൾ ഇതൊക്കെയാണ് ഓണർ സെലിബ്രേഷനും അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് നമ്മൾ ആദ്യം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവളുടെ പപ്പയും മമ്മിയൊക്കെ വന്ന് ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ പങ്കുവെച്ചു. അതിനുശേഷം ഇവരുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ട്യൂഷൻ ടീച്ചർക്ക്. അത് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്യൂഷൻ പിള്ളേർ. ജൂഡുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. പിന്നെ ട്യൂഷൻ പിള്ളേർക്ക് ഓണ സെലിബ്രേഷനും ഒന്നായതുകൊണ്ട് ഗെയിംസൊക്കെ നൗലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടത്തൊടല്. ഈ സുന്ദരിക്ക് പൊട്ടത്തൊടൽ ശരിക്കും പറഞ്ഞാൽ വോയിസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിരിച്ചിരിക്ക് ചാവും മനുഷ്യന്മാർ കേട്ടോ. അതുപോലെയാണ്. പിന്നെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഓരോ ഗെയിംസ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരിക്ക് പൊട്ടത്തിട്ട് വിജയിനൊക്കെ പ്രഖ്യാപിച്ച ശേഷം അടുത്ത ഗെയിമിലോട്ടാണ് ഞങ്ങൾ കളിക്കണേ. പിന്നെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് പെൻസിൽ ചുണ്ടിൻ്റെ മേലെ വെച്ചിട്ട് ആരാണ് ഫസ്റ്റ് എത്തുന്നത് അവർക്കാണ് വിജയ്. അപ്പോൾ വലിയവരെ 3 സെക്ഷൻസായിട്ട്, 3 സെക്ഷനല്ല, ഒരു സെക്ഷനായിട്ട് നമ്മൾ കളിച്ചു. പിന്നെ ചെറിയ പിള്ളേർ വേറെ സെക്ഷനായി. ജൂഡിനാണെങ്കിൽ ആ പെൻസിൽ ഇങ്ങനെ വെക്കേണ്ടതെന്ന് വരെ അറിയുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. മൈനായിരുന്നു ടൈലെ വിജയ്. പിന്നെ റിയ ആണെങ്കിൽ ഇത് എന്താ ഇവിടെ നടക്കണേ, എന്താ ചെയ്യണേന്ന് അവൾക്ക് എന്താ അറിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെ അവൾ നടന്നെത്തിച്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് തീറ്റയാണ്. ബിസ്ക്കറ്റ് വെറുതെ തിന്നലല്ല, അതാ ഇങ്ങനെ വെച്ചിട്ട് വേണം എല്ലാവരും കഴിക്കാനായിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ചിരിച്ചിരി ചാവോ മനുഷ്യന്മാർ. അപ്പോൾ അങ്ങനെ അതിലും മത്സരത്തെ വിജയം നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ബോൾ പാസിംഗ് ആണ്. പാട്ട് വെച്ച് നിർത്തും. അങ്ങനെയാണ് നമ്മൾ ബോൾ പാസിങ്ങിൻ്റെ വിജയനെ കണ്ടെത്തുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ തല്ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് തീർക്കാക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. എന്നാലും നമ്മൾ ബോൾ പാസിങ് പരിപാടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. പിള്ളേരൊക്കെ ഫുൾ എൻജോയ് ചെയ്ത് ഫുൾ ഓണായിട്ടായിരുന്നു കേട്ടോ എല്ലാവരും ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ബലൂൺ വീർപ്പിച്ചിട്ടുണ്ടാവും. ആ ബലൂൺ തട്ടി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തണം. കുറേ പേര് തട്ടി ഗേറ്റിൻ്റെ പുറത്ത് വരെ എത്തി. എന്നാലും വിജയ് നമ്മുടെ ആയിഷ തന്നെയാണ് കേട്ടോ. പിന്നെ കുളം കര അങ്ങനെ ആ മത്സരം നടത്തി. അത്യാവശ്യം ഗെയിംസ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നൗലി. പിന്നെ ഗെയിംസൊക്കെ കഴിഞ്ഞ ശേഷം അപ്പാപ്പൻ്റെ വക ചെറിയൊരു കുട്ടി പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് ഓണം, എന്താണ് മാവേലി, അങ്ങനെ കുറച്ച് ഐഡിയാസൊക്കെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കേട്ടോ. ആപത്തങ്ങാർക്കും കൂടെ ഇല്ലതാരും, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല പുളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അങ്ങനെ ഓരോ മത്സരത്തിലും പങ്കെടുത്ത വിജയികൾക്ക് നമ്മൾ സെപ്പറേറ്റ് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും സമ്മാനം ഉണ്ടെന്ന് അർത്ഥം. വീട്ടിലത്തെ ആൾക്കാർക്ക് വരെ സമ്മാനമുണ്ട്. സോ എന്താ പറയുക, ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു. നൗലിയും നന്നായി എൻജോയ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഹാപ്പി ഓണം ടു ഓൾ ദ ഹോൾ വേൾഡ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.